ജെൻസി വേഴ്സസ് മില്ലേനിയൽസ് ഡിബേറ്റിന് പറ്റിയ ടോപ്പിക്കാണ്. മില്ലേനിയൽസ് ജെൻസിക്കാരെ വളർത്തുദോഷം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ജെൻസിക്കാര് മില്ലേനിയൽസിനെ പഴഞ്ചൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. സത്യം പറഞ്ഞാൽ ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷനേക്കാളും അടിപൊളിയോ മോശമോ ഒന്നുമല്ല. രണ്ടുപേരും വളർന്നു വന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വേൾഡിലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മില്ലേനിയൽസ് വളർന്നു വന്ന ഒരു ടൈമിൽ അഡൾട്ട് ലൈഫിന് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആയിരുന്നു. നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വേണം, സ്വന്തമായിട്ടൊരു വീട് വേണം, ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ പാരൻസ് അവർ പഠിപ്പിച്ചത് ലൈഫിലെ സ്റ്റെബിലിറ്റിയാണ് എപ്പോഴും സക്സസ് എന്നാണ്. അതുകൊണ്ട് തന്നെ മില്ലേനിയൽസിനെ സംബന്ധിച്ചിടത്തോളം അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, റെസ്പോൺസിബിലിറ്റി, ലോങ് ടേം പ്ലാനിങ് ഒക്കെയാണ്. പക്ഷെ ജെൻസിക്കാരുടെ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് നടക്കുന്നത്. അവർ വളർന്നു വന്നപ്പോൾ കണ്ടത് നമ്മുടെ നാട്ടിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ ജോബ് മാർക്കറ്റിലുള്ള റാപ്പിഡ് ചേഞ്ചസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ജോബ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ലൈഫിനേക്കാളും അവർ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. വളർന്നു വന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ മില്ലേനിയൽസ് അഡൾട്ട്ഹുഡിനെ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലും ജെൻസിക്കാർ കുറച്ചും കൂടെ ഓട്ടോണോമി എന്ന രീതിയിലുമാണ് കാണുന്നത്. ജെൻസി ഇറസ്പോൺസിബിൾ ആണെന്നോ മില്ലേനിയൽസ് പഴഞ്ചനാണോ എന്നും പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും പഠിച്ചു വളർന്നത് അതുപോലെ ജീവിക്കുന്നു. ടു ബി ഓണസ്റ്റ്, വാട്ട് എവർ ജനറേഷൻ വി ആർ ഫ്രം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒത്തൻറ്റിക് ആയ മീനിങ് ഫുൾ ആയ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.